നമുക്ക് എന്ത് സപ്പോർട്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിജിറ്റൽ ബിസിനസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ കൂടെയുള്ള ടീംമേറ്റ്സ് എങ്ങനെയാണോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നമുക്ക് ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യാനും പറ്റുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പുതിയതായിട്ട് ഒരാൾ ഒരു ബിസിനസ് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അപ്പോൾ ഓരോ കാര്യങ്ങളും അവർ തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ കുറേ കഴിയുമ്പം അവർ അത് മടുത്ത് അത് നിർത്തും. ബിക്കോസ് അവർക്കത് മിക്ക കാര്യങ്ങളും ലോസ്റ്റ് ആയി പോകും. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമായിരിക്കും. നമ്മുടെ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഈ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരെല്ലാം പഠിക്കുകയും ചെയ്യും. അപ്പം അവരുടെ നോളജും കൂടെ ഇങ്ങോട്ട് ഷെയർ ചെയ്ത് തരികയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഗ്രോത്ത് നല്ല രീതിയിൽ പെട്ടെന്ന് ഗ്രോത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ബിക്കോസ് അവരുടെ നോളജ് നമുക്ക് ഷെയർ ചെയ്ത് തരികയാണ്. അപ്പം നമ്മുടെ ഓരോ മൈൽ സ്റ്റോണും എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു നല്ല ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഇതിൻ്റെ അകത്ത് സ്ട്രാറ്റജീസ് ഷെയർ ചെയ്യും. അത് വർക്കാവുന്ന സ്ട്രാറ്റജീസ് തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ നമ്മളെ തന്നെ റിമൈൻ ചെയ്യിപ്പിക്കും എന്തിനാണ് നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങിയത്, എന്താണ് വൈ ഫാക്ടർ. നമ്മളൊരു ബിസിനസ് തുടങ്ങിയതെങ്കിൽ ഒരു എന്തിനേലും വേണ്ടിയല്ലേ നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ അത് നമ്മളെ റിമൈൻ ചെയ്യിപ്പിക്കും. പിന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് അത് ഗ്രോ ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം നമ്മളും അതിൻ്റെ അകത്ത് തന്നെയാണ്, ആ കമ്മ്യൂണിറ്റിക്കകത്ത് ആയതുകൊണ്ട് നമ്മളും ഗ്രാജുവലി ഗ്രോ ആകും. ഒരു കമ്മ്യൂണിറ്റിയുടെ ട്രൂ പവർ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിലെ ആൾക്കാരെല്ലാവരും ഗ്രോ ചെയ്യുന്ന കൂടെ നമ്മളും ഗ്രോ ചെയ്യുകയാണ്. അതാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ ട്രൂ പവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലും ഉള്ളത്. നിങ്ങൾ ഇതുവരെ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ്, ഇതുപോലത്തെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്ന് നോക്കണം. എങ്ങനെയാണ് ആൾക്കാരെ ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് ഇൻസ്പയർ ആകും.